അവളുടെ മുഖമൊത്തം നീര് വയ്ക്കുകയും പൊള്ളലേറ്റ് നാശമാവുകയും ചെയ്യും. ആ മേക്കപ്പ് സെറ്റ് ഞാൻ വരുത്തിയതിന് ശേഷം എന്ത് ചെയ്തു എന്ന് നിനക്കറിയാമോ? എങ്കിൽ നടക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. വടി. താങ്ക്സ്. ഈ കാര്യം ഉടനെ ദക്ഷയെ അറിയിക്കണം. ദക്ഷയുടെ ആളായിട്ട് നിൽക്കുന്ന രമാദേവി ദക്ഷയ്ക്കിട്ട് പണി കൊടുക്കാണെന്ന് അവളോട് പറയണമല്ലോ. വാ വാ. ഏയ്, അച്ഛനും അമ്മയും നിശാന്തൊന്നും അല്ല. ഞങ്ങളെന്ന് വെച്ചാ ഞാനും എന്റെ മാഷും ഹണിമൂണിന് വരുന്ന കാര്യമാ പറഞ്ഞത്. പൊടി, അതേ പഴയ കാലം കൊടയും പിടിച്ച് ഒറ്റമുണ്ട് കൊടുത്ത് നടക്കുന്ന മാഷല്ല. എന്നാ ആള് ന്യൂജനും അല്ല. ഒരു പ്രത്യേക സ്റ്റൈലിലൊരു മാഷ്. എടി, നീ ഇവിടെ എന്തെടുക്കോ? എന്താ ദക്ഷേ, നീ ഒരു കാര്യം അറിഞ്ഞോ? എന്ത് കാര്യം? നീ ഫോണിലല്ലേ? അത് സംസാരിച്ചിട്ട് വെക്ക്, എന്നിട്ട് പറയാം. എടി, ഞാനിപ്പോ രാത്രി വിളിച്ചോളാം. ഓക്കെ? ഇനി പറ, എന്താ കാര്യം? നീ പറഞ്ഞത് മഹിസാറിന്റെ അമ്മയ്ക്ക് കല്യാണിയെ കണ്ടുവിടുന്നല്ലേ? എന്നിട്ട് അങ്ങനെയൊന്നുമല്ലല്ലോ കാര്യങ്ങള്. കോളേജിലെ സെലിബ്രേഷന് നാടകത്തിൽ ജൂലിയറ്റ് എന്ന പ്രണയസുന്ദരിയായി തകർത്ത് അഭിനയിക്കാൻ കല്യാണിക്ക് ഗിഫ്റ്റ് കൊടുത്ത് അയച്ചിരിക്കുക. നിന്റെ ഫ്യൂച്ചർ മദർ ഇൻ ലോ, ദ ഗ്രേറ്റ് രമാദേവി. ഗിഫ്റ്റോ? എന്ത് ഗിഫ്റ്റ്? കല്യാണിക്ക് ഒരു ഫോറിൻ മേക്കപ്പ് സെറ്റ് സമ്മാനമായി നൽകിയിരിക്കുന്നു. ഇപ്പോഴെങ്ങനെ ഇരിക്കുന്നു? ഇവരാണോ കല്യാണിയുടെ നാടകം മുടക്കാൻ വേണ്ടി നിൽക്കുന്നവര്? ഇല്ല, ഞാനത് വിശ്വസിക്കില്ല. ആന്റി എന്നോട് ഒരിക്കലും അങ്ങനെ ഒരു ചതി ചെയ്യില്ല. ചെയ്തല്ലോ. അവര് നിനക്കല്ലല്ലോ ഗിഫ്റ്റ് തന്നത്, ആ വേലക്കാരി കല്യാണിക്കല്ലേ. ഇത് നിങ്ങൾ തമാശയ്ക്ക് പറയുന്നൊന്നും അല്ലല്ലോ. ഇങ്ങനെയുള്ള കാര്യങ്ങളില് നുണ പറഞ്ഞ നീ ഞങ്ങളെ എന്ത് ചെയ്യുന്നു ഞങ്ങൾക്ക് ശരിക്കും അറിയാം. അതുകൊണ്ട് ഇത്രയും സീരിയസ് ആയൊരു കാര്യം ഞങ്ങൾ നിന്നോട് കള്ളം പറയില്ല. നിങ്ങൾ പറഞ്ഞത് സത്യമാണെങ്കിൽ ഇതങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല. രണ്ടിലൊന്ന് അറിയണം, അറിഞ്ഞേ തീരൂ. അവൾ എവിടെയുണ്ട്, ആ കല്യാണി? ദേ അവിടെ ഉണ്ട്. രമാമ്മ ഇന്ന് ചെയ്തത് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. വേറെ ഒരു പണിക്കാരി പെണ്ണാണ് ചിന്നു. അവക്ക് നല്ലതുപോലെ അഹങ്കാരമുണ്ട്. രമാമായി അല്ലാതെ ആരെയും അവള് വക വെക്കുന്നുമില്ല. ഇനി ഈ മേക്കപ്പ് അണിഞ്ഞോണ്ട് ആ നാടകത്തില് അഭിനയത്തിനുള്ള സമ്മാനവും സ്കോളർഷിപ്പും കൂടെ വാങ്ങിക്കഴിഞ്ഞാ പിന്നെ അവള് നിലത്തൊന്നും നിൽക്കില്ല. പിന്നെ നമ്മളെ ഒന്നും അവളൊട്ടും വക വെക്കുകയില്ല. ഞാൻ ഇത്ര വിഷമത്തോടെ മനസ്സ് നേറിക്കൊണ്ട് പറയുമ്പോ അമ്മായിക്ക് ഇതൊക്കെ തമാശയായിട്ടാണോ തോന്നുന്നേ? നിനക്ക് എത്ര വർഷങ്ങളായിട്ട് എന്നെ അറിയാം. എന്നിട്ടും നീ എന്നെ ഇത്രയും നിഷ്കളങ്കയായിട്ടാണോ കരുതിയിരിക്കുന്നത്? നിനക്ക് അങ്ങനെ ഒരു ധാരണയുണ്ടെങ്കിൽ നിനക്ക് എന്നെ കുറിച്ച് ഒരു ചുക്കും ചുണ്ണാമ്പും അറിയില്ല എന്ന് ഞാൻ പറയും. എനിക്ക് മനസ്സിലായില്ല. ഈ രമാദേവിയുടെ ഓരോ ചലനങ്ങൾക്കും ഓരോ അർത്ഥങ്ങളുണ്ട്. ഓരോ പ്രവൃത്തികൾക്കും ഓരോ ലക്ഷ്യങ്ങളുണ്ട്. നേർക്ക് നേർ നിന്ന് പോരാടി വിജയിക്കാൻ സാധിക്കാത്ത ഒരവസ്ഥ വന്നാൽ ചതിച്ചു ജയിക്കാൻ പോലും ഈ രമാദേവി മടിക്കില്ല. നേരായ വഴിയിലൂടെ അല്ലെങ്കിൽ ചതിയിലൂടെയെങ്കിലും എന്റെ ലക്ഷ്യം ഞാൻ നേടിയിരിക്കും. അമ്മായി പറഞ്ഞതല്ലല്ലോ ഇപ്പൊ പ്രവർത്തിക്കുന്നത്. ദക്ഷയെ മത്സരത്തിൽ പരാജയപ്പെടുത്തി അവൾക്ക് കിട്ടേണ്ട വേഷം തട്ടിയെടുത്ത് അവളെ കെട്ടുന്ന പയ്യനോടൊപ്പം, അതായത് രമ അമ്മായിയുടെ മകനോടൊപ്പം നായികയായി അവൾ സ്റ്റേജിൽ കയറി അഭിനയിക്കുന്നു. അതിൽ അവള് തകർത്ത് അഭിനയിക്കാനായി
രമാമായി അവക്ക് വിദേശത്ത് നിന്ന് കൊണ്ടുവന്ന മേക്കപ്പ് കിറ്റ് നൽകുന്നു. ഹും. ഇവിടെയൊന്നും ശത്രുവിനെ തോൽപ്പിക്കാനുള്ള അമ്മായിയുടെ വീറും വാശിയൊന്നും എനിക്ക് കാണാൻ സാധിച്ചില്ല. അതിനർത്ഥം നിനക്കിപ്പോഴും ബുദ്ധി ഉറച്ചിട്ടില്ലെന്നാ. ദക്ഷ എന്റെ കുടുംബത്തിലെ അംഗമാകാൻ പോകുന്ന കുട്ടിയാ. എന്റെ മകൻ താലി കെട്ടാനായി ഞാൻ കണ്ടുവച്ചിരിക്കുന്ന പെണ്ണ്. അവളുമായിട്ട് മത്സരിക്കാൻ ഒരു വേലക്കാരി പെണ്ണ് ഒരുങ്ങുന്നുണ്ടെങ്കിൽ ഈ രമാദേവി അവളെ ഏതവസ്ഥയിലെത്തിക്കുമെന്ന് നിനക്ക് ഊഹിച്ചൂടെ? അതെ, നന്നായി ഊഹിക്കാം. അതാ വേലക്കാരി പെണ്ണിനെ ഫോറിൻ മേക്കപ്പ് സെറ്റ് വാങ്ങിക്കൊടുത്തപ്പോഴേ ഞാൻ മനസ്സിലാക്കി. അത് വെറും മേക്കപ്പ് സെറ്റ് അല്ല, ചിന്നുവിന്റെ അഹങ്കാരം തീർക്കാനുള്ള എന്റെ ആയുധമാ. ആ, ആയുധോ? അതെ, ഈ രമാദേവിയുടെ വജ്രായുധം. ആ മേക്കപ്പ് സെറ്റിന്ന് മുഖത്ത് തേക്കുന്ന ക്രീം അവളെടുത്ത് മുഖത്ത് തേക്കും. അതോടെ അവളുടെ മുഖം മൊത്തം നീര് വയ്ക്കുകയും പൊള്ളലേറ്റ് നാശമാവുകയും ചെയ്യും. ആ മേക്കപ്പ് സെറ്റ് ഞാൻ വരുത്തിയതിന് ശേഷം എന്ത് ചെയ്തു എന്ന് നിനക്കറിയാമോ? ചിന്നു, വെറും ഒരു അടുക്കളക്കാരിയായി നിനക്ക് ജൂലിയറ്റായിട്ട് അരങ്ങ് തകർക്കണോ അല്ലേ? അങ്ങനെ നീ മോഹിക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ ആരുടെ മരുമകളാകാൻ പോകുന്നവളോടാണ് നീ മത്സരിക്കുന്നതെന്ന ബോധം നിനക്ക് വേണം. രമാദേവിയുടെ മരുമകളാകാൻ പോകുന്ന ദക്ഷയോടാ നീ മത്സരിക്കുന്നത്. ആ മത്സരത്തിൽ നീ ജയിക്കാമോ? ഇതിൽ നീ ജയിച്ചു കഴിഞ്ഞാ പിന്നെ രമാദേവിക്ക് അതിൽ പരം അപമാനം വേറെ ഉണ്ടോ? നീ സുന്ദരി തന്നെയാ ചിന്നു. ആ, ഒരു തമ്പുരാട്ടിയുടെ സൗന്ദര്യം നിനക്കുണ്ട്. പക്ഷേ എന്ത് ചെയ്യാം, എന്റെ വേലക്കാരിയായി പോയില്ലേ. എന്റെ വേലക്കാർക്ക് എന്റെ വീട്ടിലെ പെണ്ണുങ്ങളുടെ സൗന്ദര്യം ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല.